ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഈ ഒരു ചാനലിൽ കുറേ ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഈവനിങ്ങിൽ ഇതുപോലെ ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അതൊരു വീഡിയോ ആക്കിയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളൊരു തോട്ട് വന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനൊന്നും ഇല്ലാണ്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കപ്പപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ കുറേ കപ്പപ്പൊടി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് കുറേ നാളായിട്ടോ വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിലുള്ള ഒരു കപ്പപ്പൊടിയുടെ ഒരു പകുതിയോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പിടി അരിപ്പൊടി നമ്മൾ ഇതിലേക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, കായത്തിൻ്റെ പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് പിന്നെ ചേർത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു മാവ്, ഈ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പരിവുണ്ടല്ലോ, അതിലേക്ക് ആവുന്ന വരെ വെള്ളം ചേർത്ത്, പച്ചവെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്, നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളാണ്. എള്ള് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത്. ഞങ്ങൾക്കത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലാണ് കേട്ടോ എള്ള് ചേർക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഫ്ലേവറായിട്ടുള്ള വല്ല മസാലകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷെ നമ്മളിത് വെറും മുളക് പൊടി മാത്രമാണ് കേട്ടോ ഇതിലിട്ടിട്ടുള്ളത്. ഇനി നന്നായി കുഴച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് നമ്മൾ ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് ഇത് ചുറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ച് മേടിക്കുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ കുറേ അച്ചുകൾ കിട്ടൂലേ. അതിൽ നമ്മൾ ഈ ഒരു നുറുക്കിൻ്റെ അച്ച് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 3 എണ്ണം ഒരുമിച്ച് 3 ഹോളിൽ കൂടെ വരുന്ന ഒരു ടൈപ്പ് അച്ചാണ് ഞാൻ ഇതിലെടുത്തിട്ടുള്ളത്. ഞാനത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് അച്ച് വേണമെങ്കിലും നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങളിൽ ഇങ്ങനത്തെ അച്ചുകളൊന്നും ഇല്ലെങ്കിൽ സാധാ ഒരു ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചുണ്ടല്ലോ, ചെറിയ ഹോളുള്ള, അതിൽ വെച്ചിട്ടായാലും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇനി നന്നായിട്ട് നമ്മുടെ ഈ ഒരു പാന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി ചുറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ അധികം നിങ്ങൾ കൺജസ്റ്റഡ് ആയിട്ട് ഇടണ്ട. ഒരു നോർമൽ കുറച്ചൊന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളിതൊന്നും മുരിഞ്ഞിട്ട് വേണം നമ്മളത് 2 സൈഡും അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. മുറുകി നന്നായി ഒരു മുറുകി, നമുക്കറിയാമല്ലോ ഒരു നുറുക്കിൻ്റെ ഒരു ക്രിസ്പി ആവുന്ന ആ ഒരു പരുവം, ആ പരുവാകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് നന്നായി കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അതുപോലെ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് ഇതിലില്ല കേട്ടോ. ഇത് അപ്പം തന്നെ കുഴച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ടൈം നമുക്ക് ഇതുപോലെ ഈവനിങ്ങിൽ ചായയുടെ ഒപ്പം നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ കപ്പപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്നാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.